സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയത്തിലേക്ക്. പെരുമ്പാവൂരിനെയും പരിസര പ്രദേശങ്ങളെയും ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന അതിശക്തമായ പരിശോധനകളിൽ അന്തർ സംസ്ഥാന ഹെറോയിൻ കടത്തു സംഘത്തിലെ പ്രധാന കണ്ണി പോലീസിന്റെ വലയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ആഘാതത്തിൽ ലഹരി സംഘങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ വെച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 609 ഗ്രാം ഹെറോയിനുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ തുടരന്വേഷണത്തിലാണ് ലഹരി ശൃംഖലയിലെ വമ്പൻ സ്രാവ് പിടിയിലാകുന്നത്. അസം നാഗൌൺ സ്വദേശിയായ ഷെഫീഖുൽ ഇസ്ലാമാണ് ഓപ്പറേഷൻ തൂഫാന്റെ കരുത്തിൽ കുടുങ്ങിയത്. ലഹരിമരുന്ന് വിപണിയിലും കച്ചവടക്കാർക്കിടയിലും ദാദ എന്ന ഭീതിജനകമായ പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. വർഷങ്ങളായി പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനികളിൽ ജോലി ചെയ്തു വന്ന ഇയാൾ പിന്നീട് ആക്രി കച്ചവടത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ആക്രി ബിസിനസ് വെറുമൊരു മറ മാത്രമായിരുന്നുവെന്നും ഇതിന്റെ മറവിൽ കോടികളുടെ ലഹരി കച്ചവടമാണ് ഇയാൾ നടത്തിയിരുന്നതെന്നും പരിശോധനയിൽ വ്യക്തമായി. വളരെ ആഡംബരം നിറഞ്ഞ ജീവിതമാണ് ദാദ പെരുമ്പാവൂരിൽ നയിച്ചിരുന്നത്. അസമിൽ നിന്ന് കൊച്ചിയിലേക്കും തിരികെയും വിമാനമാർഗം മാത്രമായിരുന്നു ഇയാളുടെ യാത്രകൾ. ലഹരി വിറ്റ് ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാക്കിയ കോടികളാണ് ഇത്തരം ആഡംബരങ്ങൾക്ക് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. അസമിൽ നിന്ന് വെറും 30,000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ബോക്സ് ഹെറോയിൻ പെരുമ്പാവൂരിലെ ലഹരി വിപണിയിൽ ഇയാൾ എത്തിച്ചിരുന്നത് 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ഈടാക്കിയായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർക്കായി ചെറിയ ബോട്ടിലുകളിൽ ഹെറോയിൻ നിറച്ച് ഒരു ബോട്ടിലിന് 1000 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളുമായിരുന്നു ഷെഫീഖുൽ ഇസ്ലാമിന്റെ പ്രധാന പ്രവർത്തന മേഖല. പോലീസിന്റെയോ നാട്ടുകാരുടെയോ കണ്ണിൽപ്പെടാത്ത വിജനമായ ഇടങ്ങളിൽ ഇയാൾ വീടുകൾ വാടകയ്ക്കെടുത്ത് താവളമടിക്കുകയായിരുന്നു പതിവ്. ഈ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി സാമ്രാജ്യത്തിന്റെ പ്രവർത്തനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി ഭാഗത്ത് ഇയാൾ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ലഹരിമരുന്ന് ചെറിയ അളവുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന 100 കണക്കിന് ചെറിയ ബോട്ടലുകൾ 2 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു. ലഹരിക്കച്ചവടത്തിലൂടെ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആക്രി കച്ചവടത്തിന്റെ മറവിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതിന്റെ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കാനും ക്രിമിനൽ സംഘങ്ങളെ വേരോടെ പിഴുതെറിയാനും ലക്ഷ്യമിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ശക്തമായ നിലപാടുകളും ഓപ്പറേഷൻ തൂഫാൻ നീക്കങ്ങളുമാണ് ഇപ്പോൾ ഫലം കാണുന്നത്. പ്രദേശത്തെ ലഹരി ശൃംഖലകളെ ഒന്നൊന്നായി തകർത്തുകൊണ്ട് പെരുമ്പാവൂരിനെ ക്ലീനാക്കാനുള്ള കൃത്യമായ പ്ലാനിലാണ് മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൂടുതൽ ശക്തമായ പരിശോധനകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് സൂചന. പെരുമ്പാവൂരിലെ ലഹരി മാഫിയകൾക്ക് കടുത്ത മുന്നറിയിപ്പാണ് ഷെഫീഖുൽ ഇസ്ലാമിന്റെ അറസ്റ്റിലൂടെ ലഭ്യമായിരിക്കുന്നത്.